ഭാഗ്യലക്ഷ്മി, ശ്വേതാ മേനോന്റെ ഹർജി കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ രീതിയിലൊരു കേസ് എടുത്തത്. അതും അവർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാം വിധത്തിലുള്ള വകുപ്പ് ചാർത്തിയുള്ള ഒരു കേസെടുക്കൽ ഒരു നടിക്കെതിരെ ഉണ്ടായിരിക്കുന്നു. താങ്കൾ ആ കേസിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ശ്വേത ധൈര്യത്തോടുകൂടി മുൻപോട്ട് വരിക തന്നെയാണ് വേണ്ടത്. അത് തന്നെയാണ് ഞങ്ങൾ ഓരോ സ്ത്രീകളും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. കാരണം ഇന്ന് ശ്വേതാ മേനോൻ, നാളെ മറ്റൊരു പെണ്ണ്, ഇതിങ്ങനെ സ്ത്രീകൾക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് സ്ത്രീയെ നീ മുൻനിരയിലേക്ക് വരണ്ട, ഞങ്ങളുടെ അടിമയായി ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നാൽ മതി എന്ന് മറ്റൊരാൾ മൂലം ഇത് പറയിപ്പിക്കുന്നതാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? എല്ലാവർക്കും ഇത് മനസ്സിലായി, ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ് എന്ന്. കുറച്ച് ദിവസമായി രണ്ട് സ്ത്രീകളെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം മൗനമായിരുന്നു. അതൊരു സംഘടനയുടെ വിഷയമല്ലേ, നമ്മൾ അതിൽ കൂടുതൽ അത് ഇടപെടണ്ട. പക്ഷെ ഇതെല്ലാ പരിധിയും വിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും നാളെ മറ്റു സ്ത്രീകളിലേക്ക് പടരാതിരിക്കണമെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തണം, ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ എന്റെ സിനിമയിലെ സ്ത്രീകൾ ഞാൻ എന്തായാലും അവർക്ക് ഞാനും ഇറങ്ങിയിരിക്കും അവരോട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ആരാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി കളിക്കുന്നത്? നോക്കൂ, നമുക്ക് വ്യക്തമായ തെളിവുകളില്ലാതെ ഒരാളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് പറയാത്തത്. പക്ഷേ ഒരാൾ പരാതി കൊടുക്കുന്നു, അയാൾ പിൻവലിക്കുന്നു. മറ്റൊരാൾ പരാതിയല്ല, നോമിനേഷൻ കൊടുക്കുന്നു, പിൻവലിക്കുന്നു. മറ്റൊരാൾ നോമിനേഷൻ കൊടുക്കുന്നു, പിൻവലിക്കുന്നു. ഈ പിൻവലിച്ചവർ എല്ലാവരും മുന്നോട്ട് വന്ന് ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയ വഴി. അവൾ അങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു. ആരാ പറയുന്ന? സ്ത്രീകൾ തന്നെയാണ് ഇരുന്ന് പറയുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർ പറയുന്നത് തനിക്കെതിരെ തന്നെയാണ്. നാളെ താൻ വരേണ്ട ഒരു പൊസിഷനാണ്. അവരും ഒരു സഹപ്രവർത്തക തന്നെയല്ലേ. താൻ സംസാരിക്കുന്നത് ഒരു സഹപ്രവർത്തകയ്ക്ക് എതിരായിട്ടാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ആരെന്ന് മനസ്സിലാക്കാൻ സിനിമയ്ക്കുള്ളിലുള്ള ഞങ്ങൾക്ക് വലുതായിട്ട് ആലോചിക്കേണ്ടി വരുന്നില്ല. ഞങ്ങൾക്കറിയാം. മാലപാർവതിയെ പോലുള്ളവർ, ബാബുരാജിനെ പോലുള്ളവരുടെ പേര് പറയുന്നുണ്ട്, ആരോപിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടോ? മാലപാർവതി അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് പറയാത്തത്. ഞാൻ ആ സംഘടനയിലെ മെമ്പർ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായി എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് പിന്നിൽ കളിക്കുന്നത് പുരുഷന്മാർ സ്ത്രീകളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റത് എവിടുന്നോ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. ആരാണ് ഇപ്പൊ കൊണ്ടുപോയി കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്? അയാൾക്ക് എന്താണ്, അയാളുടെ ഉദ്ദേശം എന്താണ്? ഇതിനു മുൻപും ശ്വേത മത്സരിച്ചു, അപ്പോഴൊന്നും ഈ ആരോപണങ്ങൾ വന്നില്ലല്ലോ. കാരണം എന്താണ്? അന്ന് ശ്വേത മത്സരിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു. ഇന്ന് ശ്വേത മത്സരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി അത് ഉള്ളതാണ്. ബാക്കി വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, കമ്മിറ്റി മെമ്പർ ഇതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ട റാണിയും ഞങ്ങൾ പുരുഷന്മാര് തന്നെയായിരിക്കും. അവിടെ റാണി എന്ന് പറയണമൊന്നുമില്ല, 2 രാജാക്കന്മാര് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വ്യക്തമാണ് നിലപാട്. നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്.